ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് എന്ന് നോക്കാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആണ്. സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ ലാക്സസ് പ്രിന്റഡ്, അതുപോലെ തന്നെ എൻ്റെ ഐറ്റം ഗ്രൂപ്പ്, കാറ്റഗറി, പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ക്വാണ്ടിറ്റി, ഗോഡൗൺ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഒരു വൗച്ചറിൻ്റെ ട്രാൻസാക്ഷൻ വൗച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഗ്രൂപ്പ് വേണമെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കമ്പനിയിൽ ഇപ്പോഴുള്ള സ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 4 സ്റ്റോക്ക് ഇത്ര ക്വാണ്ടിറ്റി 650, 450, 500, 300 വീതം നമ്മുടെ കമ്പനിയിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇതാണ്. ഈ ട്രാൻസാക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഗോഡൗൺ ഓർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗോഡൗൺ 1, ഗോഡൗൺ 2, ഗോഡൗൺ 3, ഗോഡൗൺ 4, അപ്പോൾ ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ അഡ്രസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഗോഡൗണ് നമ്മുടെ കമ്പനിക്ക് ഇത്ര 4 ഗോഡൗണുകളുണ്ട്. 4 ഗോഡൗണുകളിലായിട്ടാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കമ്പനിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയിൽ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗോഡൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ ലൊക്കേഷൻ അല്ലാണ്ട് നമ്മൾ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളോട് എവിടെ സേവ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ഐറ്റം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഗോഡൗൺ ചോദിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. കാരണം ഡിഫോൾട്ടായിട്ട് മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഡിഫോൾട്ടായിട്ട് അത് സ്റ്റോർ ആവും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗോഡൗണുകളും അതിൻ്റെ പേരുകളുണ്ടെങ്കിൽ അതിലേക്കായിരിക്കണം സേവ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഗോഡൗൺ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോഡൗൺ ഓർ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ്, അതിൻ്റെ കാറ്റഗറി. അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചുരിദാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ചുരിദാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിലെ കാറ്റഗറി ലോങ് ടോപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് കാറ്റഗറിയാണ്. പിന്നീട് ഷർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൻ്റെ പാർട്ടി വെയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പം അതിൽ പല ഐറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ദെൻ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണിറ്റുകൾ സിമ്പലുകളായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫോർമൽ നെയിമും. സിമ്പിൾ എന്ന് പറയുന്നത് NOS എന്ന് പറയുന്ന നോസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയാം. അതിൻ്റെ ഫോർമൽ നെയിം എന്ന് പറയുന്നത് നമ്പേഴ്സ്. ഈ നോസിന് നമ്മൾ പറയുന്നത് നമ്പേഴ്സ് എന്നുള്ളതാണ്. സിമ്പിൾ എന്ന് പറയുന്ന അടുത്ത് പാക്കറ്റ്, ദെൻ ഫോർമൽ നെയിം എന്ന് പറയുന്നത് PKT പാക്കറ്റ്. PKT എന്ന് പറയുന്ന സിമ്പിൾ, ഫോർമൽ നെയിം പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐറ്റം നെയിം എന്ന് പറയുന്നതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്കായിരിക്കും കയറുക. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. അത് നമുക്ക് ടാലി എന്ന് പറയുന്ന ERP9 സോഫ്റ്റ്വെയറിലേക്ക് കയറാം. ഇവിടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അക്കൗണ്ട്സ് ഇൻഫോൻ്റെ തൊട്ട് താഴെ ഇൻവെൻട്രി ഇൻഫോ എന്നുണ്ട്. ഇൻവെൻട്രിയാണ് നമ്മുടെ സ്റ്റോക്കുകൾ, സ്റ്റോക്കുകളൊക്കെ ചെയ്യാൻ വേണ്ട ഐറ്റം കാറ്റഗറി, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കാറ്റഗറികളൊക്കെ എവിടെയാണ്? ഈ ഇൻവെൻട്രിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇൻവെൻട്രിയിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഗേറ്റ്വേ ടാലിയിൽ മാസ്റ്റേഴ്സിൽ ഇൻവെൻട്രിയിലാണ് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യങ്ങൾ, സ്റ്റോക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻവെൻട്രി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗേറ്റ്വേ ടാലിയിൽ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ അതിൽ അടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ: സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, വൗച്ചർ ടൈപ്പ്, കോപ്പി, അലോക്കേഷൻ ഡീറ്റെയിൽസ്, കിറ്റ്. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് ഗോഡൗൺ ഓർ ലൊക്കേഷൻ എന്ന് പറയുന്നിട്ട് വേണം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ്, കാറ്റഗറി, യൂണിറ്റ്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. അപ്പം അങ്ങനെ 4 കാര്യങ്ങളാണ്. സ്റ്റോക്ക്, അത് ഗോഡൗണ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, പിന്നീട് യൂണിറ്റ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഗോഡൗൺ 1 ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഗോഡൗൺ എന്ന് പറയുന്ന സംഭവം ഇവിടെ കാണുന്നില്ല, കണ്ടോ? ഗോഡൗൺ ഓർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇല്ല. സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇനി കാറ്റഗറി ഇല്ല. സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 1 ഉണ്ട്, 2 ഉണ്ട്. സ്റ്റോക്ക് കാറ്റഗറി 3 ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഗോഡൗൺ എന്ന് പറഞ്ഞിട്ട് 4, അതുമില്ല. നമുക്ക് 2 ആൾക്കാരെ നമുക്കിവിടെ ആക്ടിവേഷൻ ആക്കണം. ഒന്ന് ഗോഡൗൺ, മറ്റൊന്ന്
സ്റ്റോക്ക് കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആളുകളെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് F11 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി ഫീച്ചേഴ്സ്, നമ്മുടെ മൗസ് പോയിന്റ് വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ താഴെ കാണാം F11. കീബോർഡിൽ F11 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കീയിൽ F11 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ്, അതായത് കമ്പനീൻ്റെ ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ ഈ ഒരു കമ്പനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സുകളുണ്ട് ആ ഫീച്ചേഴ്സുകളിൽ ആണ് നമുക്ക്. അപ്പോൾ ആ കമ്പനി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതായത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻട്രി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സ് ആക്ഷൻ, പിന്നീട് CSS, TSS എന്ന് പറഞ്ഞിട്ട് ഹൈഡ് ആക്കി നമ്മൾ ഓൺ ആക്കാത്തതുകൊണ്ടാണ് ആഡ് ഓൺ ഫീച്ചേഴ്സ്. പിന്നീട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത്, പിന്നെ ക്വിറ്റ്. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ രണ്ടാമത്തത് ഇൻവെൻട്രി ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻവെൻട്രി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതായത് F11 ഫീച്ചേഴ്സിൽ കമ്പനി ഫീച്ചേഴ്സ് ആണ്, അതിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഇൻവെൻട്രി ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് ആൻഡ് ക്ലാസിഫിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് കാണാം ഒരു ഗ്രൂപ്പ്. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. സ്റ്റോറേജിൽ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ, അത് നേരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോ ആണ്. കണ്ടോ, മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ. ഗോഡൗൺ അവിടെ കാണുന്നില്ല. ഗോഡൗൺ മെയിൻറ്റെയിൻ ചെയ്യണോ എന്നുള്ളത്, മൾട്ടിപ്പിൾ ഗോഡൗൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണോ, അല്ല നിങ്ങളുടെ നോർമൽ മെയിൻ ലൊക്കേഷൻ മതി എന്നുള്ളത്. അപ്പം നമ്മളിവിടെ നോ എന്നുള്ളത് യെസ് ആക്കണം. വൈ എന്ന് ടൈപ്പ് ചെയ്താൽ എസ് ആയി, എൻ്റർ അടിക്കുന്നതോടുകൂടി എസ് ആയി. തൊട്ട് താഴെ തന്നെ എന്താണ്, മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ്. ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്ക് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യണോ, അത് നോയിലാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ഒറ്റയടിക്കുമ്പോൾ നമുക്ക് എസ് ആക്കി കഴിഞ്ഞാൽ ആ രണ്ട് കാറ്റഗറി നമ്മൾ എന്താവും, എസിലേക്ക് വരും. ഇപ്പോൾ രണ്ടും എസ് വന്നിട്ടുണ്ട്. ഒന്ന് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ, മറ്റൊന്ന് മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ്. അത് രണ്ടും എൻ്റർ അടിച്ച് പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിൻഡോ വന്നിട്ട് നല്ലൊരു ഓക്കെ, ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു, ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇൻവെൻട്രി ടോട്ടലി നമ്മൾ പോകുന്നത് ഇവിടെ നിന്നാണ്. ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ഗേറ്റ് ടാലി ചെയ്യുന്ന മാസ്റ്റേഴ്സിൽ ഇൻവെൻട്രി പർച്ചേസ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി. ഇപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ എസ് ആയി കൊടുത്തു. സ്റ്റോക്ക് ഐറ്റം ഓൾറെഡി ഉണ്ടായിരുന്നു. യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഗോ ഡൗൺ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗോ ഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഗോ ഡൗൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരാളെ നമുക്ക് കിട്ടി. ആൻഡ് ഗോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു. അവിടെ സിംഗിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ ആകെ 4 കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം ഞാനൊന്ന് സിംഗിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം, ബാക്കി 3 മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സിംഗിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗോഡൗൺ 1 അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്രിയേറ്റിൽ വന്നു, സിംഗിൾ ക്രിയേറ്റിൽ. അപ്പോൾ ഇവിടുന്ന് നെയിം ഗോഡൗൺ 1 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എലിയാസ്, പേര് വേറെ ഏതെങ്കിലും നിക് നെയിം ഉണ്ടെങ്കിൽ അത്. പക്ഷേ പിന്നെ നേരിട്ട് അണ്ടറിലേക്കാണ് പോകുന്നത്. ഇവിടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ഈ അഡ്രസ്സ് ഇവിടെ ഡിസേബിൾ ആയി കിടക്കുകയാണ്. നേരിട്ട് അണ്ടർ എന്ന് പറയുന്നത് പ്രൈമറി തന്നെയാണ്. ഇത് ഏത് ഗ്രൂപ്പും, ഏത് സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് പിന്നെ ഗ്രൂപ്പ്, ഐറ്റം എല്ലാത്തിൻ്റെയും അണ്ടർ എന്ന് പറയുന്നത് പ്രൈമറിയാണ്. പക്ഷെ നമുക്കിവിടെ അഡ്രസ്സ് ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാനുണ്ടല്ലോ, മലപ്പുറം, അപ്പ് ഹിൽ, പിന്നെ ഫോൺ നമ്പറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ അഡ്രസ്സ് ഇല്ല. അഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ടാലിയിൽ F12 കോൺഫിഗറേഷനിലാണ് പോകേണ്ടത്. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ ഏറ്റവും താഴെ കാണാം F12 കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സമയത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗോഡൗൺ കോൺഫിഗറേഷൻ കിട്ടുള്ളൂ. അതായത് നമ്മൾ ഗോഡൗണിൻ്റെ ക്രിയേഷൻ്റെ വിൻഡോയിൽ വന്നതിന് ശേഷം മാത്രം F12 അടിക്കണം. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തന്നെ F12 അടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഇൻവെൻട്രി പർച്ചേസിൽ നിൽക്കുന്ന സമയത്ത് F12 അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗോഡൗണിൻ്റെ ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് പോവില്ല. ഗോഡൗൺ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോയിൽ വന്നതിന് ശേഷം മാത്രം ഗോഡൗൺ F12 എന്ന് അടിക്കുക. ഗോഡൗൺ എന്ന് പറയുന്ന അഡ്രസ്സ് കാണുന്നില്ലെങ്കിൽ, കാണുന്ന എനേബിളും ഡിസേബിളും രണ്ടും ഒരേപോലെ തന്നെ. ഇപ്പോൾ ഗോഡൗൺ ക്രിയേഷൻ്റെ വിൻഡോയിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ F12 അടിക്കുക. അതിലെ മൂന്നാമത്തെ ഓപ്ഷൻ പ്രൊവൈഡ് അഡ്രസ് ഫോർ ഗോഡൗൺ, ഇവിടെ നോ ആണ് കിടക്കുന്നത്. അത് യെസ് ആക്കിയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വന്നു. ഓക്കെ, അങ്ങനെ F12 കോൺഫിഗറേഷനിൽ പ്രൊവൈഡ് അഡ്രസ് ഫോർ ഗോഡൗൺ യെസ് ആണ്. ഓക്കെ, അത് നോ ആണ് നിൽക്കുന്നതെങ്കിൽ, നോ ആണെങ്കിൽ ഇവിടെ അഡ്രസ്സ് കാണുന്നില്ല.
അപ്പോൾ ഈ ഒരു വിൻഡോയിൽ എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ F12 പഠിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റത്തത് എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണോ എസ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സിൻ്റെ വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് എൻ്റർ അടിച്ചു. ഇല്ല ഇവിടെ മലപ്പുറം എൻ്റർ അടിച്ചു. അപ്പ് ഹിൽ, പിന്നീട് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അണ്ടർ പ്രൈമറി തന്നെ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ലൊക്കേഷൻ ഫോർ ഗോഡൗൺ. അപ്പോൾ മെയിൻ ലൊക്കേഷൻ വേണം, നമ്മൾ പ്രൈമറി തന്നെയാണ് വേണ്ടത്. അപ്പോൾ അണ്ടർ പ്രൈമറി തന്നെ എൻ്റർ കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഗോഡൗൺ 1 ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗോഡൗണുകളും ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മറ്റുള്ള 4 ഗോഡൗണുകളും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ 1 ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ബാക്കി നിങ്ങൾ അതുപോലെ തന്നെ ഗോഡൗൺ 2ഉം 3ഉം 4ഉം ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരെ തിരിച്ചു വന്നു യൂണിറ്റ് ഓഫ് മെഷേഴ്സ് എന്ന് പറയുന്ന വിൻഡോയിലേക്ക്. നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളത്? ഗോഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പാണ്. ചുരിദാർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യണം. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു. അതിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ സിംഗിളായിട്ട് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ചുരിദാർ എന്നാണ് വേണ്ടത്. ചുരിദാർ അണ്ടർ പ്രൈമറി ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഷർട്ടാണ്. ഷർട്ട് നിങ്ങൾക്ക് ചെയ്യാം, അതേപോലെ തന്നെ അവിടെ ചെയ്താൽ മതി. ദെൻ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഏത് കാറ്റഗറി? ലോങ് ടോപ്പ് എന്നുള്ളതാണ് അല്ലേ? ചുരിദാർ എന്നുള്ളതിൻ്റെ കാറ്റഗറി ലോങ് ടോപ്പ്. ഓക്കെ, അപ്പോൾ അത് സിംഗിളായിട്ട് കൊടുത്തു. ഇവിടെ ഞാൻ ലോങ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ പ്രൈമറി. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്തു. നിങ്ങൾ ഷർട്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ അത് ചെയ്യണം. പിന്നെ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ക്രിയേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ നോസുമായിട്ടാണ്. നോസ് പാക്കറ്റ്. അപ്പോൾ നോസ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യും, പാക്കറ്റ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ടാലി എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോക്ക് ആയിട്ട് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഓഫ് മെഷേഴ്സിൽ വരാം, ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. കോമ്പൗണ്ട് ഉണ്ട്, സിമ്പിൾ ഉണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ അതിനെ 12 എണ്ണം എന്ന് പറയും. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കോംബോ പാക്കാണ് കോമ്പൗണ്ട്. അപ്പം നമുക്കിവിടെ സിമ്പിളാണ് വേണ്ടത്. നോസ് എന്ന് പറയുന്നത് സിമ്പിൾ എന്ന് പറയുന്നത് നോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു NOS. അതിൻ്റെ ഫോർമൽ നെയിം എന്ന് പറയുന്നത് നമ്പേഴ്സ്. നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ളതാണ് മാനുവലി. എൻ്റർ അടിച്ചു. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് 0 പ്ലേസ് ആയിട്ട് കാണിക്കുന്നു. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം. അപ്പോൾ അത് 0 ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ഇനി അടുത്തത് PKT എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫോർമൽ നെയിം പാക്കറ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, ഞാനത് ചെയ്യുന്നില്ല. ദെൻ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സ്റ്റോക്ക് ഐറ്റം ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. പിന്നെ സ്റ്റോക്ക് ഐറ്റം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് ഐറ്റം കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോന്നും പിന്നെ ഈ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ബൈ.